ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൂട്ടുകാരനുമായിട്ട് വൈജ ഭയങ്കര ചിരിച്ച് കളിച്ച് സംസാരിക്കുക, വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ. തൻ്റെ അമ്മ കാലൊടിഞ്ഞ് വീട്ടിൽ സുഖമില്ലാണ്ട് കിടക്കുകയാണെന്ന് പറയുമ്പോൾ അതങ്ങ് അവിടെയല്ലേ എന്ന് ചോദിച്ചു. സാറ് അല്ല, എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അമ്മയുടെ കാര്യത്തിൽ നമുക്കൊരു ശ്രദ്ധ വേണ്ടേ, നമ്മുടെ അമ്മയല്ലേ. അങ്ങനെ അമ്മയെ നോക്കാൻ ഒരു ജോലിക്കാരിയെ വെച്ചു. പിന്നെ അത് അതിനേക്കാളും വലിയ പാരയായെന്ന് പറഞ്ഞു. അതെന്നാ പറ്റി? അത് അവളാണെങ്കിൽ തീരെ ചെറുപ്പമാണെന്നും പിന്നെ ജോലിക്കാരിയെ കണ്ട ജോലിക്കാരിയാണെന്ന് തോന്നണ്ടേന്നൊക്കെ ചോദിക്കാം. അങ്ങനെയുള്ളവരെ നമ്മൾ വളരെ സൂക്ഷിക്കണം, അവരെ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്നും പറഞ്ഞു. അമ്മയുടെ കാല് സുഖപ്പെട്ട അവളെ പറഞ്ഞയക്കണമെന്ന് തന്നെ വിചാരിക്കുന്നത്. അതേതായാലും നല്ല കാര്യമാണെന്ന് പറഞ്ഞു സാറ്. നമ്മളെന്തിനാ വേണ്ടാത്ത തലവേദനയൊക്കെ എടുത്ത് വെക്കുന്നത്? അത് ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാണെന്നിങ്ങനെ വൈജ. നമ്മളൊരു കാര്യം ചിന്തിക്കണം. മിക്കവാറും എല്ലാ ഭാര്യമാരുടെയും ഭർത്താക്കന്മാരുടെയും ഉള്ളിൽ ഒരസംതൃപ്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എൻ്റെ ഭാര്യ പോരാ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് പോരാ, എനിക്കിതിനേക്കാളും നല്ലതൊക്കെ കിട്ടുമായിരുന്നു, അങ്ങനെയൊക്കെ. അതൊരു വശം എന്ന് പറയാം. പിന്നെ ശമ്പളം കൂടാതെ കുറച്ചുകൂടി ടിപ്പായിട്ടോ അല്ലെങ്കിൽ നല്ല ഡ്രസ്സോ സ്വർണ്ണമായിട്ടോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അവരത് വേണ്ടെന്ന് വെക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാൾ അലീനയെ പറ്റി മോശമായി പറഞ്ഞു കൊടുക്കുക. ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികൾ പ്രലോഭനങ്ങൾക്ക് പെട്ടെന്ന് വശംവദരായി പോകുന്നവരാണെന്ന് പറഞ്ഞു. അവർക്ക് ലോകപരിചയം ഇല്ലാത്തവരാണെന്നും അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും വൈജയുടെ ചങ്കിടിപ്പ് അങ്ങ് കൂടി. ഇതെല്ലാം കേട്ട് വൈജ ഇങ്ങനെ ഇരിക്കുമ്പോൾ സാറ് ഇങ്ങനെ നോക്കുക, വൈജയ്ക്ക് അത് ഏറ്റിട്ടുണ്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് സാറേ വെളിയിൽ പോയി ഊണ് കഴിച്ചിട്ട് സമയം 2:30 ആയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ജയമേഡത്തിന് ടൈം ഇല്ലല്ലേ, എനിക്ക് ഉച്ച തിരിഞ്ഞ് ഫീൽഡിൽ പോകണം, 2 സൈറ്റിൽ പ്രോപ്പർട്ടി റീവാലുവേഷൻ ആണെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ചത്ത് പണിയെടുക്കാൻ മേഡത്തിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അയാൾ അന്നേരം അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് വൈജ ഇരുന്ന് ആലോചന തുടങ്ങി ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മയും കൊണ്ട് ഇവർ ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ വന്നപ്പോൾ വൈജയുണ്ട് കൂട്ടത്തിൽ. നേഴ്സ് വന്ന് ഇവരോട് അമ്മയുടെ കാലിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുക. അപ്പോഴത്തേക്കും ഡോക്ടർ വന്നു. ഡോക്ടർ വന്ന് അമ്മയുടെ കാലൊക്കെ നോക്കി, എങ്ങനെയുണ്ട് ഇപ്പോൾ, പെയിനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചില സമയത്ത് വേദനയുണ്ടെന്ന് മുത്തശ്ശി പറയാം, എന്നും ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് കിടന്നാൽ മതിയോ, നമുക്കിത് കട്ട് ചെയ്ത് കളയണ്ടേന്ന് ചോദിച്ചു. അതൊക്കെ കേട്ടപ്പോൾ വൈജയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അത് ഡോക്ടറുടെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു അമ്മ. അപ്പോൾ എക്സ്റേ നോക്കിയിട്ട് കുഴപ്പവും കാര്യങ്ങളൊന്നും കാണുന്നില്ല, എന്തായാലും ഇന്ന് തന്നെ പ്ലാസ്റ്റർ നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞേ. അപ്പോൾ അല്ല, അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നടക്കാൻ പറ്റുമോ ഡോക്ടറെ? പെട്ടെന്ന് അങ്ങനെ നടക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ 2 മാസക്കാലം അനങ്ങാതിരുന്ന കാലല്ലേ, മുട്ടിന് താഴേക്ക് മാത്രം പ്ലാസ്റ്റർ ഇടേണ്ടി വരും. 1 മാസത്തേക്ക് മതിയാകും. ഓയിൽമെൻ്റ് ഇട്ട് മസാജ് ചെയ്യണം, ഫിസിയോതെറാപ്പി ചെയ്യണം, കാൽമുട്ട് മുടക്കാനും നിവർത്താനും കഴിയുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞു. കുറച്ച് സമയം എന്തായാലും എടുക്കും, പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നും പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് പ്ലാസ്റ്റർ റിമൂവ് ചെയ്തേക്കാൻ പറഞ്ഞു അവിടെ നിന്ന് നേഴ്സിനോട് ഈ ഡോക്ടർ. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയുടെ കാലിൽ പ്ലാസ്റ്ററൊക്കെ റിമൂവ് ചെയ്തു. അവർ തിരിച്ച് വീട്ടിൽ വന്നു. ആ സമയത്ത് ബാലചന്ദ്രൻ തിരിച്ചു വന്നു വീട്ടിലേക്ക്. അമ്മ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു ചോദിച്ചു. കൊണ്ടുപോയെന്ന് പറഞ്ഞു. പ്ലാസ്റ്റർ മാറ്റിയോ? മാറ്റി. ഇത്ര വേഗമെല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു. ഇപ്പം കാലിന് എങ്ങനെയുണ്ട്, നടക്കാനൊക്കെ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, മുട്ടിന് താഴോട്ട് വേറെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. കാൽമുട്ട് മടങ്ങിയാലേ നടക്കാൻ പറ്റുള്ളൂ, അതിന് മുട്ടിൻ്റെ ഭാഗം തൈലം പുരട്ടി മസാജ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പം വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. വേറെന്താ പ്രശ്നം? വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് വൈജ. ബാലചന്ദ്രൻ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. വൈജയന്തി വാതിൽ അടച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് അമ്മയെയും കൊണ്ട് വീൽ ചെയറിൽ നടക്കുക നമ്മുടെ അലീന. ആ സമയത്ത് വൈജ ഫുഡ് കഴിച്ചിട്ട് പോകാൻ നോക്കുക. അപ്പോൾ നീ ഇത്രയോട് ഊണ് കഴിച്ച് കഴിഞ്ഞോ എന്ന് ചോദിച്ചു അമ്മ മോളോട്. എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. നീ ഇന്ന് ലീവ് എടുത്തിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഒരു സൈറ്റ് ഇൻസ്പെക്ഷൻ ഉണ്ട്, പ്രോപ്പർട്ടി വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഭക്ഷണവും കഴിച്ച് പാത്രം അവിടെ വെച്ചിട്ട് എഴുന്നേറ്റ് അങ്ങ് പോകണം. ഈ സമയത്ത് അലീനയാണെങ്കിൽ മുത്തശ്ശിയുടെ കൈയൊക്കെ കഴുകിച്ച് ഡൈനിങ് ടേബിളിൽ ഇരുത്തി ചോറൊക്കെ എടുത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ വൈജയന്തി അവിടെ നിന്ന് അങ്ങ് പോയി. വൈജയന്തി അങ്ങ് പോയി കഴിഞ്ഞപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എൻ്റെ കുഞ്ഞെ, എനിക്ക് ഇങ്ങനെ വന്നിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നൊന്നും. നീ ഇല്ലായിരുന്നെങ്കിലേ എൻ്റെ കാര്യം പോക്കായേനെ എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയൊന്നും ഇല്ലെന്നേ, ജനിക്കുമ്പോഴേ എല്ലാവർക്കും ഓരോ ആയുസ് നിശ്ചയിച്ച് വെച്ചിട്ടില്ലേ, അവിടം വരെ എത്താതെ പോകാൻ പറ്റില്ല എന്ന് പറയുക നമ്മുടെ അലീന മുത്തശ്ശിയോട്. അലീന എന്നിട്ട് കറിയൊക്കെ എടുത്തിട്ട് മുത്തശ്ശിയെ കഴിപ്പിക്കുക എടുത്ത് കൊടുത്ത്. അപ്പോൾ എന്നിട്ട് മുത്തശ്ശിയെ നോക്കി ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി വയറ് നിറയെ വാരി കഴിക്കുന്നുണ്ട്. നേരം അലീന ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പം നീ കഴിക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പിന്നെ കഴിച്ചോളാം, എന്നാൽ പ്ലേറ്റ് എടുത്ത് വിളമ്പ്, നമുക്ക് ഒന്നിച്ചിരുന്ന് ഉണ്ണാവല്ലോ എന്ന് പറഞ്ഞു. അത് വേണ്ടെന്നേ, അത് മുത്തശ്ശിക്ക് വേണ്ടതൊക്കെ ഞാൻ വിളമ്പി തന്നുകൊണ്ട് ഇവിടെ ഇരുന്നോളാമെന്ന് പറഞ്ഞു അലീന.
എനിക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ എന്നും പറഞ്ഞു. ഊണ് മേശയിലിരുന്ന് കഴിച്ചാരെങ്കിലും വഴക്ക് പറഞ്ഞ് കഴിച്ചിട്ടാണോ? ഇപ്പം വേറെ ആരും ഇല്ലല്ലോ ഇവിടെ, നമ്മൾ 2 പേരല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ വൈജമോളും പോയില്ലേ? ഒന്നെങ്കിൽ സാറ് പറയണം, അല്ലെങ്കിൽ മാഡം പറയണം ഇവിടെ ഇരുന്ന് കഴിച്ചോളാനായിട്ട്, അല്ലാതെ ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞു അലീന. ഓരോ ദിവസം കഴിച്ചെന്ന് വെച്ചപ്പോൾ എന്താ കുഴപ്പം? ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള യോഗ്യത എനിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല ഞാനിവിടെ ഇരുന്ന് കഴിക്കാത്തത്. അതിനുള്ള യോഗ്യത ഏറ്റവും കൂടുതലുള്ളത് എനിക്കാണെന്ന് മേഡത്തിന് എന്തെങ്കിലും ഒരിക്കലും മനസ്സിലാവട്ടെ എന്ന് അലീന ഇങ്ങനെ പറയുക. തൻ്റെ അവകാശങ്ങൾ മുത്തശ്ശിയുടെ മുന്നിൽ ഇരുന്നങ്ങ് പറഞ്ഞു അലീന. അപ്പോൾ എന്താടി നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മുത്തശ്ശി പറയുമ്പം അയ്യോ ഒന്നുമില്ലെന്നേ, ഞാൻ ഓരോ പൊട്ടത്തരങ്ങൾ പറയുന്നതല്ലേ എന്ന് അലീന ഇങ്ങനെ പറഞ്ഞു. പക്ഷെ മുത്തശ്ശിക്ക് എന്തോ സംശയം തോന്നിയിട്ടാ. മുത്തശ്ശി ചോറുണ്ട് എന്തോ മനസ്സിലായി മുത്തശ്ശിക്ക്. മുത്തശ്ശി എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചോറ് വാരി കഴിക്കുക. അപ്പോഴേക്കും നമ്മുടെ അലീനയാണെങ്കിലും മുത്തശ്ശിക്ക് ഞാൻ ഈ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി നായ്ക്കൾക്ക് കൊടുത്തിട്ട് വരാം കേട്ടോ, ഉച്ച കഴിഞ്ഞല്ലോ, അവരെല്ലാം ഇപ്പോൾ എന്നെ നോക്കി വെയിറ്റിംഗ് ആയിരിക്കും എന്നും പറഞ്ഞ് അലീന അങ്ങ് പോവാം. അപ്പോൾ ചെല്ല നീൻ്റെ ഒരു കാര്യമൊന്നും പറഞ്ഞ് മുത്തശ്ശി ഇരിക്കുന്നു. അലീന അങ്ങ് പോയി. എന്നാലും പാവം, എന്നാലും അവൾ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അവിടെ മുത്തശ്ശി. അത് കഴിഞ്ഞ് പിന്നെ ഹരിയെ കാണിക്കുന്നത്. ഹരി ആണെന്നുണ്ടെങ്കിൽ അവിടെ രോഹിത്തിനെ ഫോണിൽ വിളിക്കും. നിന്നെ വിളിച്ച് നിന്നെ കോൾ എടുക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആ ടൈപ്പ് അല്ലെന്ന് നിനക്ക് അറിയില്ല എന്നൊക്കെ നേരെ രോഹിത്ത് പറയാം. അപ്പോൾ നീ അവളോട് സംസാരിച്ചോ എന്ന് ചോദിച്ചു. ഇല്ലടാ. അതെന്താ നീ ഇതുവരെ സംസാരിക്കാത്തേ? അന്നേരം അത് ശരിയാവില്ല, എനിക്കെന്തൊരു പേടിയാടാ. അവളുടെ ആ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു നിൽപ്പും നോട്ടവും അതൊക്കെ കാണുമ്പോഴേ എനിക്കെന്തോ ഞാനെന്തോ വലിയ തെറ്റ് ചെയ്യാൻ പോണ പോലെ എനിക്ക് തോന്നണേ എന്ന് പറഞ്ഞു രോഹി. നീ ഇങ്ങനെ ഒരു കൊണാപ്പനായി പോയല്ലോടാ എന്ന് ഹരി. എടാ എന്നാ പേടിക്കാനാടാ, അവളെന്നാ നിന്നെ പിടിച്ച് വിഴുങ്ങുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ രോഹിത്ത് നോക്കുക. എടാ വേറെ ആരും ഇല്ലാത്ത സമയം നോക്കി നീ അവളുടെ അടുത്ത് ചെല്ലണം, അവളോട് സംസാരിക്കണം, എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് തുടങ്ങണം, ചായയോ കാപ്പിയോ ഒക്കെ വാങ്ങിച്ച് കുടിക്കണം, എല്ലാം നല്ലതാണെന്നൊക്കെ പറയണം. ടിപ്പായിട്ടിരിക്കട്ടെ എന്നും പറഞ്ഞ് 100 200 ഒക്കെ കയ്യിൽ വെച്ച് കൊടുക്കണമെന്നൊക്കെ ഹരി പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പതിയെ പതിയെ നിന്റെ പേടി മാറുകയും ചെയ്യും, അതുപോലെ അവൾക്ക് നിന്നോട് ഇഷ്ടം തോന്നുകയും ചെയ്യുമെന്നൊക്കെ ഹരി പറഞ്ഞു കൊടുക്കുമ്പം നിനക്ക് അവിടെ ഇരുന്ന് ഉപദേശിക്കാൻ എളുപ്പമാണ്. അവളെന്തെങ്കിലും കടുപ്പിച്ചു പറഞ്ഞാലേ നമ്മുടെ ചെകിട്ടത്തടിച്ചതുപോലെ ആകത്തില്ലേ എന്ന് ചോദിച്ചു രോഹിത്ത്. അപ്പം നിന്റെ ഒടുക്കലത്തെ ഒരു ഈഗോ, എന്തുവാടാ ഇത്? എടാ പെണ്ണിൻ്റെ അടുത്ത് ഈഗോയും വെച്ചോണ്ടിരുന്നാലേ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാൻ പോണില്ല, നിനക്കതറിയാവോ എന്ന് ചോദിച്ചു. കൊല്ലപ്പള്ളിയിലായിരുന്നല്ലോ അവൾ ഇത്രയും ദിവസം, എന്നിട്ട് നിൻ്റെ അടുത്ത് എങ്ങനെയായിരുന്നു അവളെന്ന് ചോദിക്കുമ്പോഴേക്കും അയ്യോ അത് പിന്നെ അതൊരു ഫോണിലൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് ഹരി പറഞ്ഞു കൊടുക്കുക രോഹിത്തിനോട്. ഞാനൊരു ദിവസം അങ്ങോട്ട് വരാം, അപ്പോൾ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നീ നാളെ തന്നെ വരാൻ പറഞ്ഞു. അപ്പം ഞാനൊന്ന് നോക്കട്ടെ എന്ന് ഹരി. അപ്പോൾ ഇവിടെ എങ്ങും ആരുമില്ല, പിന്നെ അച്ഛനും പോയി മനുവേട്ടനും പോയി, ആണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, അതാടാ പ്രശ്നം, അതെനിക്ക് അങ്ങോട്ട് വരാൻ പറ്റാത്തതെന്ന് ഹരി പറയുക. ശരി എന്നും പറഞ്ഞു രോഹി. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഇവിടുന്ന് സ്കൂട്ടായിട്ട് വരാൻ നോക്കാം, ഓക്കെ എന്നും പറഞ്ഞു. അപ്പം നീ ഒന്ന് പോയി ട്രൈ നോക്കാൻ പറഞ്ഞു. എനിക്കൊരു ഇച്ചിരി പൈസയുടെ ആവശ്യമുണ്ട്, ഒരു 500 രൂപ മതിയെന്ന് പറഞ്ഞു. എടാ അച്ഛനെ ഇവിടെ എണ്ണിക്കുറിച്ചിട്ടാണ് പൈസയും കൊണ്ട് നടക്കുന്നത്, അതിനൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച പൈസ അടിച്ച് മാറ്റുന്നതെന്നൊക്കെ രോഹിത്ത് പറയുമ്പം ഇവിടെ സംഗതി ഈസിയാ, പക്ഷെ അച്ഛനില്ലല്ലോ വീട്ടിൽ, അതാ കുഴപ്പം. വല്ലപ്പോഴും ലീവിന് വരുമ്പോഴല്ലേ എനിക്കത് പറ്റൂ. എടാ നീ ഒന്ന് നോക്ക്, ശരി വെച്ചോളാൻ പറഞ്ഞു. അത് സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നിന്ന് പൈസ നോക്കുക. എൻ്റെ ഇവിടുന്ന് പൈസ കണ്ടില്ല, എൻ്റെ 1000 രൂപ എടുത്തോന്ന് ചോദിച്ചു. അപ്പോൾ പൈസ വന്നപ്പോൾ ചോദിച്ചു നീ എൻ്റെ പൈസ എടുത്തോന്ന്. ഇല്ല, പൈസ വല്ലതും കാണാതെ പോയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിതിനകത്ത് എണ്ണി വെച്ചിരുന്ന 7300 രൂപ, ഇപ്പോൾ 1000 രൂപ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വൈജയും വന്നാൽ പൈസ ഒക്കെ എടുത്ത് നോക്കുക കേട്ടോ, പൈസ ഇല്ല. ബാലചന്ദ്രൻ ഇവിടെ തന്നെയാണ് വെച്ചേ. ഏതായാലും പുറത്തുനിന്നുള്ള കള്ളന്മാരല്ല, അവരിതിൽ നിന്ന് 1000 മാത്രം എടുത്ത് ബാക്കി വെച്ചിട്ട് പോകത്തില്ലല്ലോ. അപ്പം കഴിഞ്ഞ ആഴ്ച 500 രൂപ പോയി, ഇതങ്ങനെ പോയാൽ അങ്ങ് ശരിയാവത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. നീ രോഹിയും ബബിയൊക്കെ വിളിക്കാൻ പറഞ്ഞു, അവരൊന്നും കട്ടെടുക്കത്തില്ല ബാലചന്ദ്ര, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ചോദിച്ചു വാങ്ങിക്കോ എന്ന് പറഞ്ഞു. പിന്നെ എവിടെ പോയി ക്യാഷ്? ഇത് മിക്കവാറും അവൾ തന്നെയായിരിക്കും എടുത്തതെന്നും പറഞ്ഞുകൊണ്ട് വൈജ വീണ്ടും അലീനയെ പറയുന്നു. മുറി തൂക്കാനും തുടയ്ക്കാനും വരുമ്പോൾ നമ്മളാരും ഇല്ലല്ലോ ഇവിടെ, നീ വെറുതെ അവളെ സംശയിക്കരുത്. കഴിഞ്ഞ തവണ അലീന മോതിരം കട്ടുമെന്ന് പറഞ്ഞ് നീ അവളെ സംശയിച്ചില്ലായിരുന്നോ? അവസാനം നമ്മൾ നാറിയില്ലേ? മോതിരത്തിൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമൊന്നും മാറിയിട്ടില്ല. ഇനിയും നിനക്ക് സംശയം? നിന്റെ പേഴ്സിൽ നിന്ന് തന്നെയല്ലേ അത് കിട്ടിയതെന്ന് ചോദിക്കുമ്പം അവൾ മോതിരം അടിച്ചു മാറ്റിയിട്ട് ഒടുവില്ലേ നമ്മൾ പിടികൂടുമെന്ന് ഉറപ്പായപ്പോൾ ആരും കാണാതെ കൊണ്ടുവന്ന് എൻ്റെ പേഴ്സിൽ തിരികെ വെച്ചതായിരിക്കുമെന്ന് പറയുക വൈജ.
ഓഫ്, ഇത്രയും വളഞ്ഞ ബുദ്ധി നിനക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, സമ്മതിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. ബാലചന്ദ്രൻ അവളെ വിളിച്ച് ചോദിച്ചു നോക്കും, പൈസ എടുത്തുവന്ന്. ചുമ്മാ 1000 രൂപ കിട്ടി അവർക്ക് എന്താ കഴിക്കോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ രോഹിയും ബബിയും വിളിക്കാൻ പറഞ്ഞു. ആ പൈസയും കയ്യിൽ കൊടുത്തിട്ട് അവരെ വിളിക്കാനായിട്ട് അങ്ങ് പോയി. ബബിതേ, രോഹി ഇങ്ങ് വന്നേന്നും പറഞ്ഞ് വിളിക്കാം. രോഹിത്തിൻ്റെ കയ്യും കാലും അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി മേളിൽ നിന്ന്. അപ്പോൾ ബബിത അങ്ങോട്ടേക്ക് വന്നു. എന്താ അച്ഛാന്ന് ചോദിച്ചു. നീ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എങ്ങാനും എടുത്തായിരുന്നോ? ഇല്ലല്ലോ അച്ഛാ. നിനക്ക് വേണമെങ്കിൽ നീ പൈസ എടുത്തോ, ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല അച്ഛാ. അപ്പോൾ രോഹിത്തേന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ രോഹിത്ത് മുകളിൽ നിൽപ്പുണ്ട്. എന്താ അച്ഛാന്ന് ചോദിച്ചു. നീ പൈസ എടുത്തോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എടുത്തില്ല. പൈസ എടുക്കുമ്പോൾ പറഞ്ഞിട്ട് എടുക്കണം, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഷോ, ഞാൻ എടുത്തില്ല അച്ഛാ. പിന്നെ ക്യാഷ് അവിടെ പോയി, കാര്യം വന്നപ്പോൾ പറന്നു പോയോ എന്ന് ചോദിച്ചു അച്ഛമ്മോനോട്. അച്ഛനെന്താ കൃഷ്ണമോളോട് ചോദിക്കാത്തെ? അവളത് എടുക്കില്ല, അതെനിക്ക് നല്ല ഉറപ്പാണെന്ന് പറഞ്ഞു അച്ഛൻ. ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ അതിനകത്തോടെ നടക്കും. അപ്പോഴത്തേക്കും വൈജി അങ്ങോട്ടേക്ക് വന്നു. എന്തായാലും പുറത്തു നിന്നുള്ള കള്ളനല്ല പൈസ അടിച്ചു മാറ്റിയത്, വീടിനകത്തുള്ള കള്ളനോ കള്ളിയോ ആണെന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വൈജ വീണ്ടും അലീനയെ ചൂണ്ടിക്കാണിച്ചെന്നുള്ള രീതിയിൽ സംസാരിക്കാം. ഇതും കേട്ടിട്ട് രോഹിത് അങ്ങ് പോയിട്ടോ. അദ്ദേഹം ഒന്നും മിണ്ടാതെ അങ്ങ് പോയി. ഈ സമയത്ത് അലീന അടുക്കളയിൽ നിന്ന് തേങ്ങ ചുരണ്ടിക്കൊണ്ടിരിക്കുക. അപ്പം ചുരണ്ടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് വൈജ. അലീനയുടെ മനസ്സറിയാൻ വേണ്ടി ചെന്ന് അലീനയെ നോക്കി ഒന്ന് ചിരിച്ചു. അലീനയും ചിരിച്ചു കാണിച്ചു. ചോദിക്കണം എന്നുള്ള രീതിയിലിരിക്കാം. നിനക്ക് പൈസയ്ക്ക് അത്യാവശ്യം വല്ലതും ഉണ്ടോ എന്ന് വൈജ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അല്ല, നിനക്കേ പൈസയ്ക്ക് അത്യാവശ്യം വല്ലതും ഉണ്ടോന്ന്? ആഹാ, ഇല്ലല്ലോ. ആരോടെങ്കിലും കടം വാങ്ങിയ പൈസ വല്ലതും അയച്ചു കൊടുക്കാനോ മറ്റോ ഉണ്ടോ? അല്ല, അത്യാവശ്യമാണെങ്കിൽ തരാം, അതുകൊണ്ടാ. ഞാൻ ആരോടും പൈസയൊന്നും കടം വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അലീന. ഡ്രസ്സ് എടുക്കാൻ മറ്റോ പൈസ വേണോ? അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അല്ല, നിനക്ക് ആവശ്യത്തിന് പൈസ വേണമെങ്കിൽ നീ പിന്നെ എന്നാ ചെയ്യും? ഞാനും ബാലചന്ദ്രനും ഇവിടെ ഇല്ലാത്തപ്പോൾ നിനക്ക് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പോകേണ്ടി വന്നെന്നിരിക്കട്ടെ, അതിനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു അലീന. അപ്പം നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. അത്യാവശ്യത്തിനുള്ള പൈസയുണ്ട്. എത്ര രൂപ കാണും? അതിപ്പോൾ അലീന ഇങ്ങനെ നോക്കുക. എന്തോ സംശയം അലീനയ്ക്കും തോന്നി. അപ്പോൾ അലീന ഇങ്ങനെ ചിരിച്ചു. എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പം നിനക്ക് അറിയത്തില്ലേ എന്ന് വൈജ. ഇല്ല, ബാലചന്ദ്രൻ്റെ പെട്ടിയിൽ നിന്നും പോക്കറ്റിൽ നിന്നൊക്കെ കാശ് കാണാതെ പോകുന്നുണ്ടെന്ന കാര്യം വൈജ ഇങ്ങനെ അലീനയോട് പറയുക. അലീന ഒന്നും മിണ്ടിയില്ല കേട്ടോ, ഒന്ന് ചിരിച്ചു. അപ്പം ഞാൻ എടുത്തിട്ടില്ല എന്നും പറഞ്ഞു. നീ എടുത്തോ ഇല്ലയോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ഇല്ലെങ്കിലും എനിക്ക് മനസ്സിലായി. അപ്പം എങ്ങനെ മനസ്സിലായി? പൈസ എടുക്കാത്ത നിനക്ക് ചോദിക്കുന്നതിന് മുന്നേ കാര്യം പിടികിട്ടിയല്ലോ, അതെങ്ങനെയാ? അപ്പം എനിക്കറിയാം മേഡം എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം നീ അങ്ങനെ എൻ്റെ മനസ്സിൽ കയറി കോപ്പി എടുക്കാമെന്നൊന്നും വിചാരിക്കണ്ട. പൈസ എടുത്തെങ്കിൽ അത് നീ അങ്ങ് സമ്മതിച്ചേക്കാൻ പറഞ്ഞു. ഞങ്ങളത് വലിയ പ്രശ്നമൊന്നും ആക്കുന്നില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിന് എടുത്തതായിരിക്കും. അപ്പം എനിക്ക് അത്യാവശ്യങ്ങളൊന്നും ഇല്ല മേഡം. ഉണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങിക്കും. ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്നെന്ന് അലീന പറഞ്ഞു. അന്യൻ്റെ മുതൽ കട്ടെടുക്കാൻ നോക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എവിടെ പോയി ക്യാഷ്? ഈ വീട്ടിൽ വേറെ ആരും വന്നിട്ടില്ല എന്നും പറഞ്ഞു വൈജ. മേഡത്തിൻ്റെ മക്കളാരെങ്കിലും എടുത്തതായിരിക്കും. അപ്പോൾ എൻ്റെ മക്കളെ എനിക്കറിയാടി, അവരെ കള്ളനും കള്ളിയാക്കാൻ നോക്കരുത് നീ. നിന്നെപ്പോലെ തന്തയും തള്ള ഇല്ലാത്തവരല്ല അവരെന്നും പറഞ്ഞു വീണ്ടും വൈജ ചെന്ന് അലീനയോട് ഒച്ച വയ്ക്കുന്നു. അലീന അന്നേരം ഇവരിങ്ങനെ നോക്കുക. ഒരാവശ്യം വന്ന് അവർക്ക് ചോദിക്കാനേ അച്ഛനും അമ്മയും ഉണ്ട്. കട്ടെടുക്കേണ്ട ഒരാവശ്യം അവർക്കില്ല എന്ന് പറയുമ്പോഴത്തേക്കും അലീനയുടെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ സമീപനം പാലിച്ചിങ്ങനെ നിൽക്കുക അലീന, ഒരക്ഷരം പോലും മിണ്ടാതെ. അപ്പോഴും ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക അലീനയെ വൈജ. അലീന അന്നേരം ഇവരെ ഇങ്ങനെ തിരിച്ചു നോക്കി കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് ചിരിച്ചു. ഇതെല്ലാം ചെയ്തിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കി വൈജ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോരുക. വൈജ പറഞ്ഞത് ഇച്ചിരി കൂടിപ്പോയെന്ന് വൈജയ്ക്ക് തന്നെ മനസ്സിലായി. വൈജ ഇങ്ങനെ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നു. പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്ന് മനസ്സിലാക്കി. ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് രോഹി അവിടെ എന്തൊക്കെയോ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിൻ്റെയൊക്കെ കോൾ വന്നു. ഞാൻ കുറച്ച് ബിസിയെ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ അങ്ങ് കട്ട് ചെയ്തു. ആ സമയത്ത് നമ്മുടെ അലീന അതിലെ പോകുന്നത് രോഹിത്ത് കാണുന്നു. പെട്ടെന്ന് തന്നെ പറന്ന് എഴുന്നേറ്റ് അലീനയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ അലീന അവിടെ നിന്ന് എന്തൊക്കെയോ തുണിയോ ഏതാണ്ടൊക്കെ എടുത്തിട്ടിട്ട് ടെറസിൽ പോയി അവിടെ എന്തൊക്കെയോ ജോലിയൊക്കെ ചെയ്യുന്നു, തുണിയൊക്കെ എടുക്കുന്നു. എന്നിട്ട് അത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്താണ് രോഹിത്ത് അവിടെ ഇങ്ങനെ നിൽക്കുന്ന അലീനയെ നോക്കിക്കൊണ്ട്. ആ സമയത്ത് അതെ എന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ രോഹിത്ത് വിളിച്ചു. അപ്പോഴേക്കും അലീന ഇങ്ങനെ നോക്കി. രോഹിത്ത് അന്നേരം ഒരു പതർച്ചയോടുകൂടി ഇങ്ങനെ നിൽക്കട്ടെ. അലീനയെ നോക്കാൻ ഒരു പേടി, ഒരു ഭയമൊക്കെ. അലീന ഇങ്ങനെ രോഹിത്ത് എന്തിനാ വിളിച്ചതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ആ ഒരു കഥ ഇന്നത്തെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടെ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി. വീണ്ടും കാണുന്നത് വരെ
നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സി അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.